കൂട്ടുകാർക്കും ഒമേഗ ഫേറ്റഡ് മേറ്റ് എന്ന മലയാളം നോവലിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. കഥയിലേക്ക് പോകും മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫോഗ് ഹിൽ ടൗണിലെ റോഡുകൾ വിജനമായിരുന്നു. ഇടയ്ക്കിടെ മിന്നുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ കോടമഞ്ഞിൽ അവ്യക്തമായി കാണാം. മഴയുടെ ഇരമ്പലല്ലാതെ വേറെ ശബ്ദമൊന്നുമില്ല. ആ നടുറോഡിലൂടെ സെസ്ര ഓടുകയായിരുന്നു, ഒരു ഭ്രാന്തനെ പോലെ. അവൻ്റെ നഗ്നപാദങ്ങൾ ടാർ റോഡിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം മഴയിൽ അലിഞ്ഞുപോയി. സാധാരണഗതിയിൽ ചെരുപ്പില്ലാതെ കരിങ്കൽ ചീളുകൾ നിറഞ്ഞ ആ പഴയ റോഡിലൂടെ ഓടാൻ ആർക്കും മടിയാകും. കല്ലുകൾ കൊണ്ട് കാല് മുറിയും. പക്ഷേ സെസ്രയ്ക്ക് അതൊന്നും അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കാലുകൾക്ക് വേദനയല്ല, മറിച്ച് ഒരുതരം മരവിപ്പാണ് തോന്നിയത്. പാദങ്ങൾക്കടിയിൽ തൊലി കട്ടിയായതുപോലെ. ഓരോ തവണ നിലത്ത് ചവിട്ടുമ്പോഴും ശരീരം മുന്നോട്ട് കുതിക്കാൻ വെമ്പുന്നു. ഒരു സ്പ്രിൻറ്ററേക്കാൾ വേഗത്തിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് സാധിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവൻ ഓടുകയായിരുന്നു. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇറ്റ് സെസ്ര, ഗോ ബാക്ക്. അവൻ്റെ ബോധമനസ്സ് ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. തിരിച്ച് റൂമിലേക്ക് പോ, അവിടെ സേഫാണ്. ഈ പാതിരാത്രി കാട്ടിലേക്ക് ഓടുന്നത് മണ്ടത്തരമാണ് എന്നൊക്കെ യുക്തി അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ശബ്ദം വല്ലാതെ നേർത്തുവരികയായിരുന്നു. അതിനു പകരം വേറൊരു ശബ്ദം, അല്ല, വേറൊരു തോന്നൽ അവൻ്റെ തലച്ചോറിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. റൺ, ഹണ്ട്, ഫ്രീ. ആ വാക്കുകൾ അവന് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും രക്തത്തിൽ അത് അലയടിക്കുന്നുണ്ടായിരുന്നു. ശരീരം മുഴുവൻ തിളയ്ക്കുന്ന ചൂട്. ആ മഴവെള്ളം ദേഹത്ത് വീണിട്ടും ഒരു തുള്ളി പോലും ആ ചൂടിനെ ശമിപ്പിക്കുന്നില്ല. തൊലിപ്പുറത്ത് ആവി പറക്കുന്നത് അവന് കാണാം. പെട്ടെന്ന് വഴിയോരത്ത് നിന്നിരുന്ന 2 തെരുവ് പട്ടികൾ അവനെ കണ്ട് കുരച്ചു ചാടി. സാധാരണയായിരുന്നെങ്കിൽ സെസ്ര പേടിച്ച് വഴിമാറിയനെ. പട്ടികളെ അവന് പണ്ടേ പേടിയാണ്. പക്ഷേ ഇത്തവണ അവൻ നിന്നില്ല. അവൻ തല തിരിച്ച് ആ പട്ടികളെ ഒന്ന് നോക്കി. വെറുതെ ഒന്ന് നോക്കിയതേയുള്ളൂ. ആ നോട്ടത്തിൽ എന്തോ ഉണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങിയതുപോലെ. ആ പട്ടികൾ പെട്ടെന്ന് കുര നിർത്തി. അവ വാല് ചുരുട്ടി പേടിച്ച് പിന്നോട്ട് മാറി ഇരുട്ടിലേക്ക് ഓടിപ്പോയി. സെസ്രയ്ക്ക് അത്ഭുതം തോന്നിയില്ല. അതിനെപ്പറ്റി ചിന്തിക്കാൻ അവന് സമയമില്ലായിരുന്നു. അവൻ്റെ ലക്ഷ്യം ടൗൺ അല്ല, അതിനും അപ്പുറമാണ്. അവൻ ടൗൺ കഴിഞ്ഞ് മലക്കയറ്റത്തിലേക്ക് കടന്നു. ഇവിടെ നിന്നാണ് ഫോഗ് ഹില്ലെ തോട്ടങ്ങൾ തുടങ്ങുന്നത്. കാറ്റിൽ റബ്ബർ മരങ്ങളുടെയും കാപ്പിപ്പൂവിൻ്റെയും മണം കൂടിക്കൂടി വന്നു. ആ ഗന്ധം അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ അവന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. ആ മണം അവനെ മയക്കുകയായിരുന്നു. അവിടെയാണ് എനിക്ക് പോകേണ്ടത്, അവൻ സ്വയം മന്ത്രിച്ചു. ശ്വാസം ആഞ്ഞു വലിച്ചു. അവൻ്റെ ശ്വാസകോശം വികസിക്കുന്നതുപോലെ, വായുവിന് പോലും രുചിയുള്ളതുപോലെ തോന്നി. റോഡ് അവസാനിക്കുന്നിടത്ത് വലിയൊരു ഗേറ്റ് ഉണ്ടായിരുന്നു. തുരുമ്പെടുത്ത ഇരുമ്പ് ഗേറ്റ്. അതിൽ വലിയൊരു ബോർഡ് തൂങ്ങിക്കിടക്കുന്നുണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്ലാന്റേഷൻ ഏരിയ. ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. സാധാരണഗതിയിൽ നിയമം അനുസരിക്കുന്ന ആരുടെയെങ്കിലും പറമ്പിൽ കയറാൻ പോലും മടിക്കുന്ന സെസ്ര ആ ബോർഡ് കണ്ട ഭാവം നടിച്ചില്ല. ആ ഗേറ്റിൻ്റെ സൈഡിലുള്ള ചെറിയ വിടവിലൂടെ അവൻ നൂന്ന് കടന്നു. മുൾച്ചെടികൾ അവൻ്റെ ടീഷർട്ടിൽ ഉടക്കി കീറി. കയ്യിൽ ചെറിയൊരു പോറൽ വീണു. ചോര പൊടിഞ്ഞു. പക്ഷെ ആ വേദന അവനൊരു സുഖമായാണ് തോന്നിയത്. ചോരയുടെ മണം കിട്ടിയതും അവൻ്റെ ഉള്ളിലെ വിറയൽ കൂടി. കണ്ണിൻ്റെ കാഴ്ച മങ്ങിത്തുടങ്ങി. ചുറ്റുമുള്ള മരങ്ങളെല്ലാം പച്ചയും ചാരനിറവുമായി മാറുന്നു. ഇരുട്ട് അവന് ഇരുട്ടല്ലാതായി മാറി. രാത്രിയിലും പകൽ പോലെ കാണാൻ പറ്റുന്ന ഒരു വിചിത്രമായ കഴിവ്. ഇപ്പോൾ അവൻ നിൽക്കുന്നത് ടാറിട്ട റോഡിലല്ല, നനഞ്ഞ മണ്ണിലാണ്. ചെളിയും കരിയിലകളും നിറഞ്ഞ തോട്ടം. റബ്ബർ മരങ്ങൾ വരിവരിയായി നിൽക്കുന്നു. കാറ്റിലവ ആടിയുലയുന്നത് കണ്ടാൽ ആരോ കൈവേശി വിളിക്കുന്നത് പോലെ തോന്നും. മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ മഴത്തുള്ളികൾ താഴേക്കിട്ടുന്നു. സെസ്ര ആ ചെളിയിലേക്ക് കാൽ വെച്ചു. അവൻ്റെ കാലുകൾ തളരാൻ തുടങ്ങി. ഓടിയതുകൊണ്ടല്ല, ശരീരത്തിനുള്ളിലെ മാറ്റം അതിൻ്റെ പാരമ്യത്തിലെത്താറായതുകൊണ്ട്. എല്ലുകൾക്കുള്ളിൽ ആരോ ചുറ്റിക കൊണ്ട് അടിക്കുന്ന ശബ്ദം. ആ! അവനൊരു മരത്തിൽ പിടിച്ചു നിന്നു. നഖങ്ങൾ ആ മരത്തിൻ്റെ തൊലിയിലേക്ക് ആഴ്ന്നിറങ്ങി. മരത്തൊലി ചീന്തിപ്പോന്നു. ഇനിയും മുന്നോട്ട് പോകണം, ഇനിയും. അവൻ്റെ ബോധം പതിയെ മറയുകയായിരുന്നു. താൻ ആരാണെന്നോ എവിടെയാണെന്നോ ഉള്ള ഓർമ്മകൾ മാഞ്ഞു പോകുന്നു. സെസ്ര എന്ന കോളേജ് വിദ്യാർത്ഥി അവിടെ ഇല്ലാതായിക്കൊണ്ടിരുന്നു. പകരം ആദിമമായ എന്തോ ഒന്ന്.
കാടിൻ്റെ നിയമങ്ങൾ മാത്രം അനുസരിക്കുന്ന എന്തോ ഒന്ന് ഉണർന്നു വരുന്നു. അവൻ ആ ഇരുണ്ട തോട്ടത്തിലേക്ക്, മനുഷ്യവാസമില്ലാത്ത ആ കാട്ടുപാതയിലേക്ക് വേച്ചു നടന്നു. ഓരോ അടി വയ്ക്കുമ്പോഴും ഭൂമി കുലുങ്ങുന്നതുപോലെ. അടുത്ത ഭാഗവുമായി ഞാൻ വരും വരെ കാത്തിരിക്കുക. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു.